പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് വെറും 445 രൂപയ്ക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഈ ഒരു ബർത്ത്ഡേ ഡെക്കറേഷൻ ഇത്രയ്ക്ക് വൈറലാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. 16Kന്ന് 50Kയിലേക്കൊക്കെയാണ് ഒറ്റയടിക്ക് പോകുന്നത്. പിന്നെ കുറേ പേർക്ക് ഇത് ഇഷ്ടമായെന്നും പറഞ്ഞ് ഹവിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് വൈകിട്ടാണ് അമ്പലത്തിൽ പോയത്. അഖിലേൻ്റെ തറവാട്ടമ്പലത്തിലാണ് കേട്ടോ പോയത്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്ലാക്ക് കളർ ഗൗണും അവിക്കുട്ടൻ ഈ ഒരു ബ്ലാക്ക് കളർ ഷേർട്ടുമാണ് ഇട്ടിട്ടുള്ളത്. ആള് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇപ്പോഴാണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് മനസ്സിലായിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം സൗദിയിൽ വെച്ചിട്ടായതുകൊണ്ട് ഇതുപോലെ ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇപ്രാവശ്യം ഗിഫ്റ്റ് കിട്ടിയതും കേക്ക് മുറിച്ചതും ആൾക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ആഴ്ച ഒരു ബർത്ത്ഡേയും കൂടി ആഘോഷിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ പാണ്ട തീമിലുള്ള കേക്ക് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞവരോടാണ്, ഇത് പാണ്ട തീമിലുള്ള കേക്കൊന്നല്ല, നോർമൽ ഒരു കേക്ക് വാങ്ങിച്ചിട്ട് ആ പാണ്ടനെ ഞാൻ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുള്ളതാണ്. എല്ലാ സ്ഥലത്തും ഞാൻ എൻ്റെ കലാവാസന തെളിയിച്ചിട്ടുണ്ട്. കേക്കിനെ പോലും വെറുതെ വിട്ടിട്ടില്ല. പിന്നെ ഈ ഒരു പാണ്ട തീം ആദ്യം ഡിസൈഡ് ചെയ്തിട്ടുള്ളതൊന്നുമല്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു തീമാണ് ബ്ലാക്കും വൈറ്റും. ഹവീൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്കൊക്കെ ഡ്രസ് കോഡ് തപ്പി ഞാൻ കുറേ നടന്നതാണ്. ആ ഒരു ബുദ്ധിമുട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ടുള്ളത്. ഇതാവുമ്പോൾ ഡ്രസ്സും കിട്ടും, ബാക്കി ഡെക്കറേഷൻ ഐറ്റംസും കിട്ടും. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ് കുഞ്ഞോൻ്റെ അടുത്ത് ഈ ഒരു പാണ്ടാക്കുട്ടനെ. അപ്പൊ പിന്നെ അതിനെ കൂടി അങ്ങ് അടിച്ചു മാറ്റി. അങ്ങനെയാണ് സത്യത്തിൽ ഇതൊരു പാണ്ടാ തീം ആയത്. അങ്ങനെ ഇതാ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. നല്ല കിട്ടിലൻ ബിരിയാണി ആയിരുന്നു. മീൻ പൊരിച്ചത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ പായസവും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. തിന്നുന്ന തിരക്കിൽ കാണിക്കാൻ വിട്ടുപോയതാ.